ഹലോ കുട്ടികളെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്റർ കെമിസ്ട്രി കോംപ്ലിമെൻ്ററി പേപ്പറിലെ 4 ചാപ്റ്ററുകളാണ് മൊത്തം ഉള്ളത്. അതിലെ 2 ചാപ്റ്റേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഒന്ന് അനലിറ്റിക്കൽ കെമിസ്ട്രി, ദെൻ ന്യൂക്ലിയർ കെമിസ്ട്രി. അപ്പോൾ അതിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ ന്യൂക്ലിയർ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ കെമിസ്ട്രിയും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എക്സാംസൊക്കെ എടുക്കാം ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമുക്ക് ഈ 2 ചാപ്റ്ററും കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തന്ന് നമുക്ക് എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഈ സെമിസ്റ്ററിലെ എൻ്റെ ഞാൻ എടുക്കുന്ന അവസാനത്തെ ചാപ്റ്ററാണ് ന്യൂക്ലിയർ കെമിസ്ട്രി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ചിലപ്പോൾ കുറേ പഠിച്ചിട്ടുണ്ടായിരിക്കും ന്യൂക്ലിയർ കെമിസ്ട്രീനെ കുറിച്ചിട്ട്. പിന്നെ നിങ്ങൾ ഫിസിക്സുകാരാണല്ലോ, നിങ്ങൾക്ക് ന്യൂക്ലിയർ ഫിസിക്സൊക്കെ ഞങ്ങളെ കെമിസ്ട്രിക്കാരനേക്കാളും വളരെയധികം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളതുമായിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഇനി വരുന്ന സെമ്മുകളിലൊക്കെ ആയിരിക്കും, സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും കെമിസ്ട്രി പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ മൊഡ്യൂൾ 3 ആണ് ന്യൂക്ലിയർ കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. മെയിൻലി അത് ഡീൽ ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയയുടെ പ്രോപ്പർട്ടീസും അതുപോലെ ആ ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ, ആ ചേഞ്ചുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മെൻ ബൈ ന്യൂക്ലിയർ കെമിസ്ട്രി? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയൈ. നമുക്കറിയാം ഓരോ ആറ്റത്തിനും ഒരു ടൈനി സെൻട്രൽ കോറുണ്ട്. ആ കോറിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ് അല്ലേ? ദ സൈസ് ഓഫ് ദി സൈസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് എടുക്കുമ്പോൾ വളരെ സ്മോളാണ്. അതായത് ഫ്യൂ ഫെംറ്റോമീറ്റേഴ്സ് മാത്രമാണ് ഈ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ഉള്ളത്. ഒരു ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻15 മീറ്റർ ആണ് ഉള്ളത്. മാത്രമല്ല റേഡിയസ് കുറവാണ്. അതുപോലെ ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിനേക്കാളും ഒരു 10,000 ടൈംസ് ഒക്കെ ലാർജർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ സൈസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അതുപോലെ ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മൊത്തം സൈസ് നോക്കുമ്പോൾ 10,000 ടൈംസ് ഒക്കെ ലാർജർ ആയിരിക്കും. സോ ദ ഇൻക്രെഡിബ്ലി സ്മോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമുക്കറിയാം ഹൈ ഡെൻസിറ്റി ഉള്ള പാർട്ടിക്കിൾസൊക്കെ ഇരിക്കുന്നത്, പ്രോട്ടോൺസൊക്കെ ഇരിക്കുന്നത്. സോ ദ സ്മോൾ ന്യൂക്ലിയസ് ഹാസ് എ വെരി ഹൈ ഡെൻസിറ്റി ആസ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ഇറ്റ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിലാണ് കൂടുതൽ ഡെൻസിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ആറ്റം വിൽ ബി കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനാണ് എന്തുള്ളത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനാണ് വെരി ഹൈ ഡെൻസിറ്റി ഉള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനെയാണ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ളതുണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൽ എന്തൊക്കെ പാർട്ടിക്കിൾസ് ആണുള്ളത്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോൺസിനെ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നു. അതുപോലെ ന്യൂട്രോൺസ് ആണെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടി കളക്റ്റീവ്ലിയാണ് നമ്മൾ പറയുന്നത് എന്ത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടി കളക്റ്റീവ്ലി നമ്മൾ എന്ത് പറയുന്നു? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നു. ഇനി എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം, അതാണ് എന്ത്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ Z. സോ അറ്റോമിക് നമ്പർ എന്താണ്? ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഇനി മാസ് നമ്പർ, അതിനെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ A. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 2 സാധനങ്ങളാണുള്ളത്, പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനെ മാത്രം എന്ത് പറയുന്നു? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സം രണ്ടിൻ്റെയും കൂടി സം ചെയ്ത നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നു? മാസ് നമ്പർ A എന്നും പറയുന്നു. ഇനി ഇപ്പോൾ ഒരു ഏകദേശം നമുക്കറിയാം ഒരു 1500 ഡിഫറെൻ്റ് അറ്റോമിക് സ്പീഷീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്.
ഒരു ഇപ്പോൾ നമുക്കറിയണ 100 ആൻഡ് 18 എലമെൻറ്റ്സിലൊക്കെ അതിൻ്റെയൊക്കെ പല പല അറ്റോമിക് സ്പീഷീസ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് സോഫാർ. ആൻഡ് അതിലൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പിക് സ്പീഷീസുകൾ ഉൾപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറേ എണ്ണം നാച്ചുറലായിട്ട് 1500 എണ്ണത്തിൽ ഏകദേശം 1200 ഓൾമോസ്റ്റ് നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ് ഒരു ന്യൂക്ലൈഡ്? ഇപ്പോൾ ന്യൂക്ലൈഡ് എന്ന് പറഞ്ഞാൽ എ സ്പീഷീസ് ഓഫ് ആറ്റം ക്യാരക്ടറൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ബൈ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇറ്റ് കണ്ടെയ്ൻസ് ഈസ് കോൾഡ് എ ന്യൂക്ലൈഡ്. അതായത് നമ്മളൊരു ന്യൂക്ലൈഡിനെ റെപ്രസെൻ്റ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. എക്സ്, ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മുകളിൽ എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് എ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ന്യൂക്ലൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓരോ ആറ്റത്തിനെയും ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. കാരണം എന്താ വെച്ചാൽ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെ ഒക്കെ നമ്പർ ഓരോ ആറ്റം അനുസരിച്ച് മാറി മാറി വരുന്നത്. അപ്പോൾ എത്ര ന്യൂട്രോൺസ് ഉണ്ട് പ്രോട്ടോൺസ് ഉണ്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, അതിനെയാണ് നമ്മൾ ന്യൂക്ലൈഡ് എന്ന് പറയുന്നത്. അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എക്സ്, സെഡ്, എ ഇങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സെഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നോക്കൂ. ഇപ്പോൾ കാർബണിൻ്റെ തന്നെ 2 സ്പീഷീസാണ്, കാർബൺ 612 കാർബൺ 614. അപ്പോൾ രണ്ടിൻ്റെയും രണ്ടിലെന്താണ്? പ്രോട്ടോൺസിൻ്റെ നമ്പർ 6 ആണ് അല്ലേ? പ്രോട്ടോൺസിൻ്റെ നമ്പർ 6 ആണ്. പക്ഷേ ഇതിലോ പ്രോട്ടോൺസിൻ്റെ നമ്പർ 6ഉം ന്യൂട്രോൺസിൻ്റെ നമ്പർ 6ഉം ആണ്. എന്നാൽ ഇതിലോ പ്രോട്ടോൺസിൻ്റെ നമ്പർ 6ഉം ന്യൂട്രോൺസിൻ്റെ നമ്പർ 8ഉം ആണ്. അപ്പം അങ്ങനെ ഓരോ എലമെൻസിൻ്റെയും പല പല സ്പീഷീസുകൾ അത് ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ പല റെപ്രസെൻറ്റേഷനുകളുണ്ട്. ഇപ്പോൾ ഓക്സിജൻ എങ്ങനെ വരുന്നു? 816. ദെൻ ഫോസ്ഫറസ് 1531. അതുപോലെ യുറാനിയം 92-238. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു കെമിക്കൽ എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻലി അതിൻ്റെ അറ്റോമിക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഇപ്പോഴത്തെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ എഴുതണത് ഏതാണ്? അറ്റോമിക് നമ്പറാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ എഴുതാതെയും മാസ് നമ്പറും മാത്രം, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് അങ്ങനെ എഴുതിയിട്ടും നമ്മൾ കെമിക്കൽ സ്പീഷീസിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കാർബൺ 12. അപ്പോൾ കാർബണിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6 ആണെന്നുള്ളത് മസ്റ്റാണ്, അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ മാത്രമേ എഴുതുന്നു. ഓക്കെ, അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി ചേർന്ന് ഇത് എഴുതുന്നു. ഒന്നില്ലെങ്കിൽ C612 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ C12. അതായത് ഈ 12 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പർ മാത്രമാക്കിയിട്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എന്താണ് ന്യൂക്ലിയർ കെമിസ്ട്രി, അതുപോലെ എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, എന്താണ് ഒരു ന്യൂക്ലൈഡ് എന്ന് പറഞ്ഞാൽ, പിന്നെ ന്യൂക്ലൈഡ്സിനെ എങ്ങനെയാണ് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് വേറൊരു ഫിനോമിനനാണ്, അതായത് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, അതായത് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എങ്ങനെയാണ് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്? 1896 ഹെൻറി ബെക്വറൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ആക്സിഡൻ്റലി നോട്ടീസ് ചെയ്തതാണ് ഈ പ്രതിഭാസം, റേഡിയോ ആക്ടിവിറ്റി. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? പൊട്ടാസ്യം യുറാനിൽ സൾഫേറ്റ്, അതൊരു കെമിക്കലാണല്ലോ, പൊട്ടാസ്യം യുറാനിൽ സൾഫേറ്റ്, അത് തിക്ക് ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരുന്നു. പക്ഷെ പൊതിഞ്ഞിട്ടും എന്ത് സംഭവിച്ചു? ഈ പൊട്ടാസ്യം യുറാനിൽ സൾഫേറ്റിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടുകയും അത് പെനിട്രേറ്റ് ഈ ബ്ലാക്ക് പേപ്പറിൽ കൂടെ പൊതിഞ്ഞ തിക്ക് ബ്ലാക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൊതിഞ്ഞ തിക്ക് ബ്ലാക്ക് പേപ്പറിൽ കൂടെ അത് പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അത് എഫക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പൊട്ടാസ്യം യുറാനിൽ സൾഫേറ്റ് നമ്മൾ തിക്ക് ബ്ലാക്ക് പേപ്പറിൽ പൊതിഞ്ഞിട്ടായിരുന്നു ഇദ്ദേഹം വെച്ചിരുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പൊട്ടാസ്യം യുറാനിൽ സൾഫേറ്റിൽ നിന്നും റേഡിയേഷൻസ് പുറത്തു വരികയും അങ്ങനെ അത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ തുടക്കം കുറിച്ചത് ആരാണ്? ഹെൻറി ബെക്വറലാണ് 1896. പിന്നീട് പിയറി ക്യൂറിയും അതുപോലെ മാഡം ക്യൂറിയും റിയലൈസ് ചെയ്തു ഫ്രം ദെയർ സ്റ്റഡീസ് ദാറ്റ്
The emission of radiations from the uranium salt was a consequence of a nuclear process. ഇപ്പോൾ ഇത്തരത്തിലുള്ള റേഡിയേഷൻസ്, ഇപ്പോൾ ഈ പൊട്ടാസ്യം യുറാനിയം സൾഫേറ്റിനെ അതുപോലുള്ള യുറാനിയം സോൾട്ടിൽ നിന്നൊക്കെയുള്ള റേഡിയേഷൻസിൻ്റെ എമിഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പ്രോസസ്സിൻ്റെ ഒരു ബാക്കിപത്രമാണ്. അതുകൊണ്ട് ന്യൂക്ലിയർ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. ആൻഡ് ദാറ്റ് certain other elements like thorium were also associated with such a property. ഇപ്പോൾ യുറാനിയം മാത്രമല്ല വേറെയും പല എലമെൻസും ലൈക്ക് തോറിയം, അതിനൊക്കെ നാച്ചുറലായിട്ടുള്ള ഇതുപോലത്തെ റേഡിയേഷൻസ് നാച്ചുറലി എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ബാക്കിപത്രമായിട്ട് റേഡിയോ ആക്റ്റീവ് എലമെൻസിനെ ഡിസ്കവർ ചെയ്തു, ലൈക്ക് പൊളോണിയം, റേഡിയം, അതിനൊക്കെ ഡിസ്കവറും ചെയ്തു. ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ് ദ ടേം റേഡിയോ ആക്ടിവിറ്റി ടു ഡിസ്ക്രൈബ് ദിസ് ഫിനോമിനൻ. അപ്പം ഇങ്ങനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം തന്നെ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, സോ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ, റേഡിയോ ആക്ടിവിറ്റി ഈസ് ദ ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് സെർട്ടൺ ആക്റ്റീവ് റേസ് ബൈ സെർട്ടൺ ന്യൂക്ലൈഡ്സ്. അതായത് ചില ന്യൂക്ലൈഡ്സ് സെർട്ടൺ ആക്റ്റീവ് റേസിനെ സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യാണ്. ആ ഫിനോമിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതൊരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ്. അതുപോലെ എന്ത് സംഭവിക്കുന്നു, സ്പോണ്ടേനിയസ് ഡീക്കെ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ അതിനെ സ്പോണ്ടേനിയസ് ആയിട്ട് അതിന് ഡീക്കെ സംഭവിക്കുന്നു. And this process is completely independent of the chemical state of the element as well as the physical conditions such as temperature and pressure. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തിനെ? കെമിക്കൽ സ്റ്റേറ്റ്, എലമെൻറ്റിൻ്റെ കെമിക്കൽ സ്റ്റേറ്റിനെയും അതുപോലെ ടെമ്പറേച്ചർ, പ്രഷർ, അത്തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദീസ് പ്രോസസ് ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കെമിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി എലമെൻറ്റ് ആൻഡ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Okay, so this radioactivity associated with naturally occurring nuclides such as the uranium, thorium, polonium, radium, ഈ 4 എലമെൻസും എന്താണ്? നാച്ചുറലി റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നതാണ്. അതിനെയാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ ബേസിക്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ഹെൻറി ബെക്വറൽ 1896 പൊട്ടാസ്യം യുറാനിയം സൾഫേറ്റിൽ ഇത് പ്രതിഭാസം കണ്ടു. അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു. അതിനുശേഷം മേരി ക്യൂറിയും പെറി ക്യൂറിയും കണ്ടുപിടിച്ചു ന്യൂക്ലിയർ പ്രോസസ് ഇൻ കേസ് ഓഫ് യുറാനിയം. മാത്രമല്ല പൊളോണിയത്തിലും റേഡിയത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ദാറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് സെർട്ടൺ ആക്റ്റീവ് റേസ് ബൈ സെർട്ടൺ ന്യൂക്ലൈഡ്സ്. ഓക്കെ, പിന്നെ ഏതൊക്കെ എലമെൻസ് ആണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത്? യുറാനിയം, തോറിയം, പൊളോണിയം, റേഡിയം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനോമിനൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കെമിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി എലമെൻറ്റ് ആസ് വെൽ ആസ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മുടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയ ആണെങ്കിൽ അതിന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡീക്കേയും സംഭവിക്കുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേസ്. അപ്പോൾ ഏതൊക്കെ റേഡിയോ ആക്റ്റീവ് റേസ് ആണ് സാധാരണ വരുന്നത്? അപ്പോൾ ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മെയിൻലി 3 ടൈപ്സ് ഓഫ് റേസ് ആണ് പുറത്തേക്ക് വരിക. ഓക്കെ, റേഡിയോ ആക്റ്റീവ് റേസ് ആണ് പുറത്തേക്ക് വരിക. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽഫ റേസ്, ദെൻ ബീറ്റ റേസ്, ദെൻ ഗാമ റേസ്. ഓക്കെ, so the method of separation of the 3 types of rays by the action of an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, പ്ലസും മൈനസും ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ മൈനസ് ചാർജ്, ഇവിടെ പ്ലസ് ചാർജ്. അപ്പം നമ്മളൊരു ലെഡിൻ്റെ ബ്ലോക്ക് എടുത്തു. ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ടുള്ള റേഡിയം വെച്ചു. അപ്പോൾ ഈ റേഡിയത്തിൽ നിന്ന് എന്ത് വരുന്നു? റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തു. അപ്പോൾ പാസ് ചെയ്തിട്ട് വരുന്ന ആ റേഡിയേഷൻസിനെ നമ്മളൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് പതിപ്പിക്കുകയാണ്. അപ്പോൾ ഈ റേഡിയേഷൻസ് ഇലക്ട്രിക് ഫീൽഡിൽ കൂടെ പാസ് ചെയ്ത് വരുന്നത് കൊണ്ട് ഈ റേഡിയേഷൻസിനെ നമുക്ക് 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണു. ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പറ്റണത്? ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടെ ഇതിൽ നിന്ന് വരുന്ന റേഡിയത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ പാസ് ചെയ്യുമ്പോൾ ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ് ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ 1 portion ഓഫ് ദ റേസ് ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ് ഓഫ് ദി പ്ലേറ്റ്. ഇതാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ നെഗറ്റീവ് എൻഡിലേക്കാണ്
ഒരു പോർഷൻ റേസിന് നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ റേസിനെ എന്ത് പറയുന്നു? ആൽഫ റേസ് എന്ന് പറയുന്നു. ആൻഡ് ദേ ആർ പോസിറ്റീവ് ചാർജ്, ഹെൻസ് ദേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദി ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഇനി ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ തന്നെ പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ളൊരു എൻഡ് ഉണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് ബീറ്റ റേസിനെയാണ് ഫോക്കസ് ചെയ്ത് കൊണ്ടു ചെല്ലാൻ പറ്റിയത്. ബിക്കോസ് ദ ബീറ്റ റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പം അതുകൊണ്ടാണ് അത് ഓപ്പോസിറ്റ് ചാർജ്, അതായത് പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിൻ്റെ എൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നത്. ഇനി വേറൊരു തരത്തിലുള്ള റേസ് ഉണ്ട്, അതിനെ ഗാമ റേസ് എന്ന് പറയുന്നു. ഈ ഗാമ റേസിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിച്ചില്ല. നേരെ അത് റേഡിയത്തിൽ നിന്ന് വന്നിട്ട് നേരെ അത് ഡീവിയേഷനുകളൊന്നും സംഭവിക്കാതെ നേരെ അത് എന്ത് ചെയ്തു? ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്ന് പതിച്ചു. ബിക്കോസ് ദ ഗാമ റേസിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് തന്നെ പ്രത്യേകിച്ച് ഡിഫ്ലക്ഷനുകളൊന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെ നമുക്ക് റേഡിയോ ആക്റ്റീവ് റേസ് 3 ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിൽ കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ തേർഡ് പോർഷൻ ഓഫ് ദ റേസ് ഗോസ് വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. സോ ഇറ്റ് നൈദർ പാസസ് ടു ഐദർ സൈഡ് ഓഫ് ദ പ്ലേറ്റ്. അത് അൺചാർജ്ഡ് ആണ്. അപ്പോൾ അത് നേരെ ഫോക്കസ് ചെയ്ത് പ്ലേറ്റിൻ്റെ നടുവിലേക്ക് തന്നെ വന്നു. അപ്പോൾ അതുകൊണ്ട് ദേ ആർ അൺഡിഫ്ലക്റ്റഡ് ഗാമ റേസ്. ഇനി നമുക്ക് ഈ റേഡിയത്തിൽ നിന്നാണ് ഇതൊക്കെ പുറത്തേക്ക് വന്നത്, ഇത്തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് റേസ്. ഇനി എന്തൊക്കെയാണ് ഈ റേഡിയോ ആക്റ്റീവ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഗാമ റേസ്, ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ്, ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അല്ലേ? So the alpha rays are deflected by the electric and magnetic fields, and the nature of the deflection shows they are positively charged. Alpha rays positively charged ആണ്. അപ്പോൾ ആൽഫ റേസിലെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആൽഫ പാർട്ടിക്കിളിലും എന്തുണ്ട്? 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജും 4 അറ്റോമിക് മാസ് യൂണിറ്റ് ഉള്ള മാസ് നമ്പറുമാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിയം ന്യൂക്ലിയസ് ആണ്. ബിക്കോസ് 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് 4 മാസ്. അപ്പോൾ അതുകൊണ്ട് ദ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അത് ഹീലിയം ന്യൂക്ലിയസ്, 2He4 എന്ന് പറയുന്ന ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഇനി ആൽഫ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് നമുക്കറിയാം, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, അല്ലേ? ആ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ 1/10 ആണ്. ആൽഫ റേസ് ട്രാവൽ വിത്ത് അബൌട്ട് 1/10 or 1/10 ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ്. ഇനി പെനിട്രേറ്റിംഗ് പവർ ആൽഫ റേസിനാണ് ഏറ്റവും കുറവ്. ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവറാണ് എമംഗ് ദ 3 ടൈപ്സ് ഓഫ് റേസ്. അപ്പോൾ ആൽഫ റേസിനായിരിക്കും ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ. ഗാമ റേസിനെ കുറച്ചും കൂടി പെനിട്രേറ്റിംഗ് പവർ കൂടും. ആൽഫ റേസിന് വളരെ കുറവ് പെനിട്രേറ്റിംഗ് പവർ ആയിരിക്കും. ബീറ്റ റേസിനെ കുറച്ചും കൂടി പെനിട്രേറ്റിംഗ് പവർ കൂടും. ഗാമ റേസിനായിരിക്കും ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഉണ്ടാവുക. അപ്പോൾ ഈ 3 റേസിനും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ ഏതിലാണ്? ആൽഫ റേസിനാണ്. ആൻഡ് ദേ ക്യാൻ ബി സ്റ്റോപ്ഡ് ഈവൻ ബൈ എ 0.1 മില്ലിമീറ്റർ തിക്ക് അലുമിനിയം ഫോയിൽ. അതിന് വരെ 0.1 മില്ലിമീറ്റർ ഉള്ള തിക്നെസ് ഉള്ള അലുമിനിയം ഫോയിലിന് വരെ ഇത്തരത്തിലുള്ള ആൽഫ റേസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പെനിട്രേറ്റിംഗ് പവർ വളരെ കുറവാണെന്ന് അർത്ഥം. അതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പോകാൻ പറ്റണില്ല. ദെൻ അയോണൈസിങ് പവർ നല്ല ഹൈ മൊമെൻ്റ് ആണ് ഇത്തരത്തിലുള്ള ആൽഫ റേസ് പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് ദേ കോസ് അയണൈസേഷൻ ഓഫ് ഗ്യാസസ് ത്രൂ വിച്ച് ദേ ആർ പാസ്ഡ്. അപ്പോൾ ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ ആൽഫ റേസിനാണ്, ഏറ്റവും കൂടുതൽ അയോണൈസിങ് പവറും ആൽഫ റേസിനാണ്. ദെൻ ആക്ഷൻ ഓൺ ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്, ദാറ്റ് ഈസ് ആൽഫ റേസ് എഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ആൽഫ റേസിന് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇപ്പോൾ ആൽഫ റേസിൻ്റെ നമ്മൾ കണ്ടു. ഇനി ബീറ്റ റേസും അതെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതായത് സ്ട്രീം ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എൻ ഇലക്ട്രോൺ ആൻഡ് ക്യാരീസ് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. ഒരു ഇലക്ട്രോണിൻ്റെ അതേ ചാർജ് ആയിരിക്കും എന്തിന്? ബീറ്റ പാർട്ടിക്കിൾസിന് E-10. അപ്പോൾ ഇലക്ട്രോണിൻ്റെ അതേ ചാർജാണ്. അപ്പോൾ അതിനെന്തുണ്ട്? ഒരു സ്ട്രീം ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇറ്റ് ക്യാരീസ് 1 യൂണിറ്റ് ഓഫ് നെഗറ്റീവ് ചാർജ്. ഇനി വെലോസിറ്റി, ബീറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 33 to 99% ഓഫ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ 33 to 99% ആയിരിക്കും. ദെൻ പെനിട്രേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ 100 ടൈംസ് മോർ പെനിട്രേറ്റിംഗ് ആണ്
ദാൻ ദ ആൽഫ റേസ്. ഞാൻ പറഞ്ഞല്ലോ ആൽഫ റേസിനാണ് ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ. അപ്പോൾ ബീറ്റ റേസിനെ ആൽഫ റേസിനേക്കാളും 100 ടൈംസ് മോർ പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. ആൻഡ് ദേ ക്യാൻ പെനിട്രേറ്റ് ത്രൂ അലുമിനിയം ഷീറ്റ്സ് ഓഫ് 5 millimeter തിക്നെസ് ഓർ മോർ. അതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. അയനൈസിംഗ് പവർ എന്തായിരിക്കും? ഇതിന് കുറവായിരിക്കും. ബിക്കോസ് ഓഫ് ദി സ്മോളർ പാസസ് ഓഫ് ദി beta particle, the ionizing power of beta ray is much less than that of the alpha rays. alpha raysനേക്കാളും കുറവ് അയനൈസിംഗ് പവർ ആണ് ആർക്കുള്ളത്? ബീറ്റ റേസിനുള്ളത്. then this affect a photographic plate. then final one, gamma rays. gamma raysന് ചാർജ് ഒന്നുമില്ല. they are uncharged and hence they are not deflected by the electric and the magnetic fields. then it consists of electromagnetic radiations of very short wavelength. And this gamma rays travel with the velocity of light, and this gamma rays will have the highest penetrating power among the 3 types of radioactive rays. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഏതിനാണ്? ഗാമ റേസിനാണ്. ആൻഡ് ദേ ക്യാൻ പെനിട്രേറ്റ് ഈവൻ ത്രൂ എ 25 centimeter തിക്ക് അയൺ ബ്ലോക്ക്. അപ്പോൾ നല്ല പെനിട്രേറ്റിംഗ് പവർ ഉള്ളതുകൊണ്ട് 25 centimeter ഉള്ള അയൺ ബ്ലോക്കിൽ കൂടെ വരെ ഇതിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അയണൈസിംഗ് പവർ. അയണൈസിംഗ് പവർ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ആൽഫ റേസിനാണ് അല്ലേ? So this gamma rays will have the least ionizing power among the 3 types of radioactive rays, and these also affect the photographic plate. ഇതാണ് മൂന്നെണ്ണത്തിൻ്റെ പ്രോപ്പർട്ടീസ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഓർത്ത് വെക്കേണ്ടതാണ്. മെയിനായിട്ട് ഫില്ലപ്പിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഏതിലാണ്? ഗാമ റേസിനാണ്. ഏറ്റവും കൂടുതൽ അയണൈസിംഗ് പവർ ഏതിനാണ്? ആൽഫ റേസിനാണ്. അത് മാത്രമല്ല ഇതിലത്തെ ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽഫ റേസ്, ബീറ്റ റേസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ഈ ഭാഗത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതായത് ഇത്തരത്തിലുള്ള അങ്ങനെ സെവറൽ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചുല്ലോ. നമ്മളല്ല, സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. യുറാനിയം, തോറിയം, റേഡിയം, അതൊക്കെ. അപ്പോൾ ഇതൊക്കെ ചില ഡീക്കേകൾ കാണിക്കും. ഡീക്കേയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാവുന്നത്. അതിനെയാണ് തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി 2 സയൻറ്റിസ്റ്റുകളാണ് പ്രപ്പോസ് ചെയ്തത്, റൂദർഫോർഡും സോഡിയും. സോ ദി 2 scientists, Rutherford and Soddy, in 1902 proposed the theory of radioactive disintegration. അപ്പോൾ ഈ തിയറിക്ക് അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ ആറ്റംസും സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിൻറ്റഗ്രേഷൻ നടക്കും വിത്ത് ദ എമിഷൻ ഓഫ് ആൽഫ, ബീറ്റ പാർട്ടിക്കിൾസ് ടു yield ആറ്റംസ് ഓഫ് ന്യൂ എലമെൻറ്റ്സ്. ഇപ്പോൾ എല്ലാ ആറ്റംസും റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെ ആറ്റംസൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിൻറ്റഗ്രേഷൻ നടക്കും വിത്ത് എമിഷൻ ഓഫ് ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾസ് ടു yield ന്യൂ എലമെൻറ്റ്സ്. അപ്പോൾ 2 modes ഓഫ് ഡീകേ ഉണ്ട് റേഡിയോ ആക്റ്റീവ് എലമെൻസിന്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ആൽഫ എമിഷനും ഉണ്ട്, ബീറ്റ എമിഷനും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈഡ് ഒരു ആൽഫ പാർട്ടിക്കിളിനെയാണ് എമിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിയം ന്യൂക്ലിയസ് ആണ്, 2He4 ആണ് അല്ലേ? അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ എമിറ്റ് ചെയ്തതിനെ ഒരു 2He4 ഹീലിയം ന്യൂക്ലിയസ് ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പറിൽ 2ന്റെ കുറവും മാസ് നമ്പറിൽ 4ന്റെ കുറവും സംഭവിക്കുന്നു. ആൻഡ് ദ ന്യൂ ന്യൂക്ലൈഡ് പ്രൊഡ്യൂസ്ഡ് will have an atomic number 2 units less and a mass number 4 units less than that of the parent element. ഇതാണ് പാരന്റ് എലമെന്റ്. യുറാനിയം ഒരു എക്സാമ്പിൾ, യുറാനിയം 92-238. അപ്പോൾ ഉണ്ടായ തോറിയത്തിന് എന്താണ്? അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു, 92-98. മാസ് നമ്പർ 4 കുറഞ്ഞു, 238-234 ആയി. പ്ലസ് ഒരു ഹീലിയം ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ പൊളോണിയം എന്തായിട്ട് മാറുന്നു? 2 കുറവ് വരുമ്പോൾ 2 അറ്റോമിക് മാസിൽ കുറവും അറ്റോമിക് നമ്പറിൽ കുറവും 4 മാസ് നമ്പറിൽ കുറവും ആകുമ്പോൾ പൊളോണിയം ലെഡ് ആയിട്ടാണ് മാറുന്നത്. ഇനി ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുകയാണെങ്കിലോ, ബീറ്റ പാർട്ടിക്കിൾ എന്താണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നു? ആ പാരന്റ് ന്യൂക്ലിയസിനേക്കാളും അറ്റോമിക് നമ്പറിലെ 1 യൂണിറ്റിൻ്റെ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. മാസ് നമ്പറിലെ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. So when a radioactive nuclide decays by emitting a beta particle, there occurs an increase of 1 unit in the atomic number and no change in the mass number. So the new nuclide produced will have an atomic number 1 unit greater than the parent and the same mass number. തോറിയത്തിന് 90-234 ആയിരുന്നു. അപ്പോൾ അത് ഒരു ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ അറ്റോമിക് നമ്പർ 1 കൂടുന്നു. മാസ് നമ്പറിൽ ചേഞ്ച് വരുമോ? ഇല്ല. അപ്പോൾ പി എ എന്ന് പറഞ്ഞാൽ പ്രൊട്ടാക്ടീനിയം ആയിട്ട് മാറുന്നു.
അതുപോലെ ലെഡ് 82-211 ആയിരുന്നു. അത് ഒരു ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുമ്പോൾ ബിസ്മത്ത് അറ്റോമിക് നമ്പറിൽ ഒരെണ്ണം കൂടി മാസ് നമ്പറിലെ വ്യത്യാസമൊന്നും സംഭവിച്ചില്ല, പ്ലസ് ഒരു ഇലക്ട്രോണും കൂടി അത് പുറത്തേക്ക് വിടുന്നു. So the increase in the nuclear charge and the emission of the electron from the nucleus are believed to takes place on account of the conversion of a neutron into a proton and a electron. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത് വെച്ചാൽ, സാധാരണ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളിലെ ഒരു ന്യൂട്രോണിനെ എന്തായി മാറുകയാണ്, പ്രോട്ടോണും ഇലക്ട്രോണും ആ പ്രോസസ്സിൽ അങ്ങനെയായി മാറുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. ആൻഡ് ദ പ്രോട്ടോൺ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ന്യൂക്ലിയസ് വേറാസ് ദ ഇലക്ട്രോൺ ഈസ് എമിറ്റഡ് ആസ് ദ ബീറ്റ പാർട്ടിക്കിൾ. നമ്മളിപ്പോൾ ബീറ്റ പാർട്ടിക്കിളിൻ്റെ എമിഷൻ കണ്ടുല്ലോ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോൺ ഇലക്ട്രോണും ആയിട്ട് മാറുകയാണ്. പ്രോട്ടോൺ ന്യൂക്ലിയസിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു, എന്നാൽ ഇലക്ട്രോണിനെ ബീറ്റ പാർട്ടിക്കിളായിട്ട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഗാമ റേസിൻ്റെ എമിഷനും നടക്കും, പക്ഷെ അതൊരു സെക്കൻഡറി ഇഫക്റ്റ് ആയിട്ടാണ് നടക്കുക. ആൽഫ എമിഷനോ ബീറ്റ എമിഷനോ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു സെക്കൻഡറി ഇഫക്റ്റ് ആയിട്ട് ഗാമ റേസിൻ്റെ എമിഷൻ നടക്കുന്നത്. അപ്പോൾ സോ ഈ രണ്ട് കേസിലും ദ ന്യൂ ന്യൂക്ലിയസ് ഫോംഡ് വിൽ ഹാവ് എ ഹൈ എനർജി സ്റ്റേറ്റ്. പുതിയതായിട്ടുണ്ടാവുന്ന ന്യൂക്ലിയസിന് ഹൈ എനർജി സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് എക്സസ് എനർജി ഈസ് ദെൻ എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗാമ റേസ്. ഓക്കെ, അപ്പോൾ ആൽഫ റേസും ബീറ്റ എമിഷനും ബീറ്റ എമിഷനും നടക്കുമ്പോൾ പുതിയതായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, ആ ന്യൂക്ലിയസിന് എപ്പോഴും ഹൈ എനർജി സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ എക്സസ് എനർജി എമിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഗാമ റേസിൻ്റെ എമിഷൻ നടക്കുക. സോ ദിസ് ഗാമ റേസ് എമിഷൻ യൂഷ്വലി ഒക്വേഴ്സ് ആസ് എ സെക്കൻഡറി ഇഫക്റ്റ് ഓഫ് ആൽഫ എമിഷൻ ഓർ ബീറ്റ എമിഷൻ. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ദ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പ്രപ്പോസ് ചെയ്ത് സോഡി, ഫെജാൻസ് ആൻഡ് റസൽ ആണ്. അത് സമ്മറൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റേഡിയോ ആക്റ്റീവ് ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദ പാരന്റ് ആൻഡ് ഡോട്ടർ എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ, അതിനെക്കുറിച്ചിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെന്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ് ഇൻ എ റേഡിയോ ആക്റ്റീവ് ചേഞ്ച്, the new element lies in a group 2 places to the left of the parent element in the periodic table, and when a beta particle is emitted, the new element formed lies in a group 1 place to the right of the parent element. അതായത് ഒരു പാരന്റ് എലമെന്റ് ഉണ്ടായിരുന്നു, അത് ആൽഫ പാർട്ടിക്കിൾ എമിഷൻ നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പാരന്റ് എലമെന്റിന്റെ 2 പ്ലേസ് ലെഫ്റ്റിലത്തെ എലമെന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ബീറ്റ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ പാരന്റ് എലമെന്റിന്റെ 1 പ്ലേസ് റൈറ്റിലുള്ള, പീരിയോഡിക് ടേബിളിലെ 1 പ്ലേസ് റൈറ്റിലുള്ള പാരന്റ് എലമെന്റിന്റെ റൈറ്റിലുള്ള എലമെന്റ് ആയിട്ടാണ് ന്യൂ എലമെന്റ് മാറുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഒന്നിലെ ഹീലിയം പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നത്, അപ്പോൾ 2 പ്ലേസ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ലെഫ്റ്റിലോട്ട്. ഒന്നിലെ ഇലക്ട്രോൺ ആണ്, അപ്പോൾ അറ്റോമിക് നമ്പറിൽ ഒന്ന് കൂടുതലാണ് സംഭവിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ പാരന്റ് എലമെന്റിന്റെ റൈറ്റിൽ ഒരു പൊസിഷൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. So the group displacements mentioned in the law are obviously due to the fact that during an alpha emission there occurs a decrease of 2 units in the atomic number, and during beta emission an increase of 1 unit in the atomic number. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, 2 യൂണിറ്റ്സിലെ അറ്റോമിക് നമ്പറിൽ കുറവാണ് ആൽഫ എമിഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് പാരന്റ് എലമെന്റിനേക്കാളും ഉണ്ടാവുന്ന ന്യൂ എലമെന്റിനെ. ഇപ്പോൾ ബീറ്റ എമിഷൻ ആണെങ്കിൽ പാരന്റ് എലമെന്റിനേക്കാളും 1 യൂണിറ്റ് അറ്റോമിക് നമ്പറിൽ കൂടുതലാണ്, ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത് റിസൾട്ടിങ് എലമെന്റിന്. So the following 2 radioactive changes illustrate the law. 2 എക്സാമ്പിൾസും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ പൊളോണിയം 215 അത് ഗ്രൂപ്പ് 16 അതിന്നൊരു ആൽഫ പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഏതാണ് ഉണ്ടാവുന്നത്? ലെഡ് ആണ് ഉണ്ടാവുന്നത്. ദാ പൊളോണിയം 84-215 ആയിരുന്നു, ഇത് 82-211 ആയിട്ട് മാറി. സോ ഗ്രൂപ്പ് 16 ഉണ്ടായിരുന്ന പൊളോണിയം പാരന്റ് എലമെന്റ്, അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ലെഡ് 211 ആണ്, അത് ഗ്രൂപ്പ് 14 അതായത് 2 places to the left of the parent element polonium. Okay, then lead 211 of group 14 അതൊരു ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പ്ലേസ് റൈറ്റ് ടു ലെഡ് 211 അങ്ങനെ വന്നു. അപ്പോൾ എന്തായി സംഭവിക്കുന്നു? ബിസ്മത്ത് ഗ്രൂപ്പ് 14 ലെഡ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആയിട്ടുള്ള ബിസ്മത്ത് എന്ത് എവിടെയാണ് ഉണ്ടാവുന്നത്? ഗ്രൂപ്പ് 15 മാറി, അപ്പോൾ ബിസ്മത്താണ് ഉണ്ടാവുന്നത്. അതായത് ഗ്രൂപ്പ് 14 ലെഡ് അതൊന്നും ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു, അപ്പോൾ അറ്റോമിക് നമ്പറിൽ ഒരെണ്ണത്തിൽ ഇൻക്രീസ് സംഭവിച്ചു. അപ്പോൾ അത് ഗ്രൂപ്പ് 14 ഉണ്ടായിരുന്ന ലെഡിന് പകരം പ്രോഡക്റ്റ് എന്തായി? ഗ്രൂപ്പ് 15 ഉണ്ടാവുന്ന ബിസ്മത്തായി, പ്ലസ് ഒരു ഇലക്ട്രോണിനും കൂടി എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും വായിച്ചു നോക്കുക, പഠിക്കുക.